നവ്യ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരാള് നവ്യക്ക് അവിടെ പുറകെ പ്രപ്പോസലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ പേരാണ് മദൻ. അയാളാണെങ്കിൽ നവ്യനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അയാൾക്ക് കാശില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അയാളെ വേണ്ടെന്ന് വെക്കാണ്. അങ്ങനെ അയാൾ പിന്നീട് അവളുടെ പുറകെ കുറെ നടന്നെങ്കിലും അവള് അഭിയെ വിവാഹം കഴിക്കായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ ആകെ ഡിപ്രഷനിലായിരുന്നു. അയാളെ മദ്യപിച്ചിരുന്ന സമയത്ത് അഭിയെ കാണുകയും അയാളുമായിട്ട് അടിയുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാളായിട്ട് അഭി കൂട്ടുകൂടുന്നുണ്ട്. എന്നിട്ട് അഭി പറയാണ്, എനിക്ക് നവ്യനെ ഇഷ്ടമില്ല, എങ്ങനെയെങ്കിലും അവളെ പുറത്താക്കാൻ എന്റെ തീരുമാനം, കാരണം അവളെന്നെ ചതിച്ച് എന്റെ വീട്ടിലേക്ക് കയറി വന്നെന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അയാളോട് പറയുന്നുണ്ട്. അയാളെ പക്ഷെങ്കില് ഇവന്റെ ചതിക്കൊന്നും കൂട്ടു നിൽക്കുന്നില്ല. എന്നാൽ 5 ലക്ഷം രൂപ മദന് അയാളെ കൊടുത്തതിന് ശേഷം എങ്ങനെയെങ്കിലും എന്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്നു. അങ്ങനെ മദൻ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ മദന്റെ ഫോണിൽ നിന്നും കോളേജ് സമയത്തുണ്ടായിരുന്ന അവരുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള അവളും അവളുടെ ഫ്രണ്ട്സും കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ അഭി മേടിക്കുന്നുണ്ട്. അങ്ങനെ അത് ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് ആ സ്ഥാനത്ത് മദന്റെ കൂടെ അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഫോട്ടോസ് കൊറിയറിലാക്കി മദൻ അയക്കുന്നത് പോലെ അനന്തപുരിയിലേക്ക് അഭി അയച്ചു കൊടുക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ നീ എങ്ങനെയെങ്കിലും നവ്യനെ അവിടുന്ന് ചാടിക്കണമെന്ന് പറയുമ്പം അത് വേണ്ടെന്ന് അവൻ പറയുമ്പം അഭി പറയാണ്, ഇത്രയും ക്യാഷും തന്നില്ലേ, ഈ ക്യാഷ് ഉണ്ടെങ്കിൽ നിന്നെ വിട്ടിട്ട് പോവാറുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി ആയിട്ടുണ്ട്, സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പൊ അത് കാണാത്തവർ കാണുവാണെന്നുണ്ടെങ്കിൽ ഈ മദൻ ആരാണെന്നും നവ്യമായിട്ടുള്ള ബന്ധം എന്താണെന്നും അഭി എങ്ങനെയാണ് അവനെ കൊണ്ടുവരുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ മദൻ കൊറിയർ അയക്കുക, മദനല്ല മദന്റെ പേരിൽ അഭി കൊറിയർ അയക്കാണ് കേട്ടോ. അങ്ങനെ ആ കൊറിയർ വരുമ്പോഴേ വീട്ടിലേക്ക് കൊറിയർ വരുന്നുണ്ട്. അപ്പൊ അവിടെ ദേവിയാണ് പോയി കൊറിയർ മേടിക്കുന്നത്. അപ്പോഴേക്കും ദേവയാനെ ജയം വിളിക്കുന്നുണ്ട്, അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ ഈ ലെറ്റർ വന്നിട്ട് നമ്മുടെ ജലജയുടെ കയ്യിലെത്താണ്. അങ്ങനെ ജലജ ഈ ഒരു കൊറിയർ വാങ്ങി തുറക്കാൻ ശ്രമിക്കുമ്പം മുത്തശ്ശന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, ജലജ ഇത് നിന്റെ മരുമകൾക്ക് വന്നല്ലേ, നീ എന്തിനാ പൊട്ടിച്ചു നോക്കുന്നത്, അവക്ക് കൊണ്ട് കൊടുക്കുമെന്ന് പറയാണ്. എനിക്കിന്ന് അവൾക്ക് കൊടുക്കാൻ വയ്യെന്നും പറഞ്ഞിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് ജലജ പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അവൾ മാറി നിന്ന് കാണുവാണ്. ശരി, വലിയമ്മയോ മുത്തശ്ശിയോ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അവളിപ്പം പൊളിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ പേപ്പർ ജലജ കീറിക്കൊണ്ട് തന്നെ താഴെ പോകുന്നുണ്ട്. അങ്ങനെ ആ ഫോട്ടോസ് എടുത്ത് നോക്കുന്ന മുത്തശ്ശി ഞെട്ടിപ്പോവാണ്. അതിനുള്ളിൽ നവ്യ മറ്റാളുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വൾഗറായിട്ടുള്ള കുറെ ഫോട്ടോസാണ് അതിലുണ്ടായിരുന്നത്. ഇത് കണ്ട് എന്റെ ഈശ്വരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മുത്തശ്ശി ആ ഫോട്ടോസൊക്കെ ആരും കാണാതെ ആ കൊറിയറിനുള്ളിൽ തന്നെ വെക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ മുത്തശ്ശി നവ്യയുടെ മുറിയിലേക്ക് പോവാണ്. അപ്പൊ ഈ ഒരു സംഭവം അപ്പൊ ഇന്ന് കണ്ടിട്ട് ആലോചിക്കാണ്, ഈശ്വര ഈ മുത്തശ്ശി എന്തിനാ അതുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നത്, അതിപ്പൊ തന്നെ ഇവിടെ തന്നെ ബോംബ് പൊട്ടിക്കാന്നല്ലോ എന്നൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിലോ അവർ പാവാണ്ട് തന്നെ അവർ നേരെ നവ്യയുടെ മുറിലേക്ക് പോയിട്ട്, മോളെ നിനക്ക് വന്ന കൊറിയർ ആണെന്ന് പറയുന്നു. അങ്ങനെ നവ്യ ആ കൊറിയർ പൊട്ടിച്ചു നോക്കുമ്പോഴേക്കും അവൾ ഞെട്ടിപ്പോവാണ്. ഇത് ആരാ മോളെ, നിനക്ക് അറിയാമോ ചോദിക്കുമ്പോ, മുത്തശ്ശി ഇവൻ എന്റെ കൂടെ കോളേജിൽ പഠിച്ചവനാ, അവന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്നവനാ, എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവനിപ്പോ എന്നോടുള്ള ദേഷ്യത്തിൽ നടക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ നമുക്ക് മുത്തശ്ശനോട് പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ നവ്യ പറയാണ്, എന്തെങ്കിലും ശല്യം ഉണ്ടായാലേ ഞാൻ പറയാം മുത്തശ്ശി എന്ന് പറയുമ്പം ശരി മോളെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇറങ്ങിപ്പോന്നു. അപ്പൊ അഭി ആലോചിക്കാണ്, ഈ ഒരു സംഭവം ചീറ്റിപ്പോയെന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ മദനെ കൊണ്ട് അഭി അവളെ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് മദൻ, നവ്യ ഞാൻ അയച്ച കൊറിയറൊക്കെ കിട്ടിയെന്ന് ചോദിക്കുമ്പം, നിനക്ക് എന്താടാ മദനെ വേണ്ടത്, അന്നേരം ഞാൻ പറഞ്ഞല്ലേ എനിക്കൊന്നും ഇഷ്ടമില്ലാന്ന്, എനിക്ക് ക്യാഷുള്ള കുടുംബത്തിൽ തന്നെ കയറണം, അതുകൊണ്ട് തന്നെ ഞാനവിടെ കയറി പറ്റിയെന്ന് പറയുമ്പോഴേക്കും അവൻ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു, പക്ഷെ അവിടെ നിന്ന് ചാടിക്കാനും എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. നീ എന്തുദ്ദേശിച്ചാ നീ ഇങ്ങനെയൊന്നും കാണിക്കരുതെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും അവനെ കേൾക്കാതെ കട്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം ചെയ്യിക്കുന്നത് അഭിയാണ്. പക്ഷെ പാവം അഭി ഇതൊന്നും അറിയുന്നില്ല. മദനാണെങ്കിൽ പോലും ചെറിയൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതില്. അങ്ങനെ അവൻ അഭി വിളിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു ദിവസം കുറെ മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്. അവളെല്ലാം ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനെ നവ്യയുടെ മുറിയിലായിട്ട് അഭി ക്യാമറ വെക്കുന്നുണ്ട് കേട്ടോ. അത് നേരിട്ട് അവനിരുന്ന് അവന്റെ ഫോൺ വഴി കണ്ടോണ്ടിരിക്കുകയാണ് അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങള്. അങ്ങനെ മദൻ വിളിക്കുന്നതും അവൾ ദേഷ്യപ്പെട്ട ഫോൺ എടുത്ത് എറിയുന്നതും എല്ലാം അവൻ കണ്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങനെ തല പൊക്കയോടി, നിനക്ക് വട്ടാണോടി, നിന്നെ ഇവിടുന്ന് ചവിട്ടി ഞാൻ പുറത്താക്കുന്നൊക്കെ ഇങ്ങനെ അഭി എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആരും കാണാതെ അവനെ ഫോണൊക്കെ മാറ്റി പിടിക്കുന്നുണ്ട്. അങ്ങനെ മദനെ കൊണ്ടിട്ട് ലാസ്റ്റ് ഒരു വോയിസ് അയക്കാണ്. മദൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരികയാണ്, എന്തായാലും എല്ലാവരും അറിയേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന നവ്യ പേടിച്ചു പോവാണ്. നീ അങ്ങനൊന്നും ചെയ്യരുത്, ഇങ്ങോട്ട് എന്തിനാ നീ വരുന്നത്, എനിക്ക് നീയായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്റെ ജീവിതം നശിപ്പിക്കുന്നതൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അടിപൊളിയായിരുന്നു എന്റെ വോയിസ് മെസ്സേജ്, ദാ പണം എന്നും പറഞ്ഞിട്ട് 5 ലക്ഷം രൂപയും അവന് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ സാറ് ചെയ്യേണ്ടത്, ഇത്
ഇത് കൂടിപ്പോയാല് മോശമാകത്തില്ലേ സാറിന് ചോദിക്കുമ്പം അതൊന്നും നീ അറിയണ്ട, ഞാൻ പറഞ്ഞ ജോലി തീർത്തു തരിക എന്നുള്ള നിന്റെ ഇപ്പത്തെ ഡ്യൂട്ടി. ഈ 5 ലക്ഷം രൂപ നിനക്ക് ഉണ്ടാക്കാൻ എത്ര കാലം പണിയെടുക്കണം അറിയാലോ, അതുകൊണ്ട് ഇതുകൊണ്ട് സേഫ് ആയിട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുന്ന പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെ അനന്തപുരിയുടെ ആ ഒരു ഫ്രണ്ടിലത്തെ തോട്ടത്തിനുള്ളിലുണ്ടല്ലോ മരത്തിൽ നിന്നിട്ട് നവ്യ അങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ നവ്യാണെങ്കിലോ ഇന്നത്തോടെ അവന്റെ എല്ലാ പരിപാടിയും തീർക്കണമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നവ്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനെ കാണാനായിട്ട് ആ കുറ്റിക്കാട്ടിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ അബി ആദർശ് ഒരു കാഴ്ച കാണാൻ വേണ്ടിട്ട് തന്നെ ആദർശിനെയും കൂട്ടിയിട്ട് ടെറസിന്റെ മുകളിലേക്ക് അബി ചെല്ലുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം സംസാരിക്കണ ഉണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ അബി കൊണ്ടുവന്ന് മുകളിലായിട്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ആദർശ് നവ്യ കയറി പോകുന്നത് കാണുമല്ലോ. അപ്പൊ ആ ഒരു സംഭവം കണ്ട് ആദർശ് നവ്യനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പക്കായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആളെ കൊടുക്കാനായിട്ട് എല്ലാ വഴികളും അബി നോക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് മുകളിൽ നിൽക്കുമ്പോഴായിരിക്കും നവ്യ ആരുടെ കൂടെ കാട്ടിൽ നിന്ന് സംസാരിക്കുന്ന കാണുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. ആദർശ് ചോദിക്കുന്നത്, അബി അത് നവ്യല്ലേ ചോദിക്കുമ്പോ അതിലെ നവ്യാണല്ലോ, അവളെന്താ കാട്ടില് ചെയ്യുന്നേ, നമുക്ക് പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് അബിയും ആദർശം കൊണ്ടിട്ട് താഴേക്ക് ചെല്ലുമ്പോഴേക്കും ഈ കാഴ്ച നയന കാണുന്നുണ്ട് കേട്ടോ. നയന ഓടിപ്പിടിച്ച് കാട്ടിലേക്ക് പോയിട്ട് ചേച്ചി നീ എന്താ ഇവിടെയും ചോദിക്കുകയാണ്, ഇത് ആ മദനെല്ലാം ചോദിക്കുന്നു അതെന്ന് പറയുമ്പം എന്താ ഇവിടെയും ചോദിക്കുകയാണ്, അത് ഞാൻ നവ്യയെ വിളിച്ചിട്ട് വന്നാന്ന് പറയുമ്പോഴേക്കും ചേച്ചി എന്താ ഈ പറയുന്നത്, ഈ കാട്ടിലേക്കോ ചേച്ചി എന്തൊക്കെയാ കാണിച്ചു കൊടുത്തെന്ന് ചോദിക്കുമ്പോഴേക്കും നവ്യ നടന്ന സംഭവങ്ങളെല്ലാം പറയാണ്. അപ്പോഴേക്കും നയന ചോദിക്കുകയാണ്, മത നിനക്ക് എന്താ വേണ്ടത്, ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്, ഞങ്ങളുടെ അച്ഛനമ്മയുടെ അവസ്ഥ അറിയാലോ, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഇങ്ങോട്ടേക്ക് കയറി വന്നത്, ഇപ്പൊ ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു ഞാനുമേ കളിയ, ദയവ് ചെയ്ത് നീ ഞങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മദനെ പറഞ്ഞ് അതിലെ മദന് കേൾക്കാത്തപ്പോ മദനെ ഭീഷണിപ്പെടുത്തിയിട്ട് നയന അവിടുന്ന് പറഞ്ഞിട്ടിട്ട് നവ്യനെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. പക്ഷെ ഇതേ സമയത്ത് തന്നെ അബി അറിയിക്കേണ്ടതൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആദർശ് താഴേക്ക് വന്നിട്ട് നയന അത് ആരാന്ന് ചോദിക്കുകയാണ്. ആദർശിട്ട അത് നവ്യേച്ചിയുടെ കോളേജിൽ പഠിച്ച പയ്യനാ, നവ്യേച്ചിയുടെ പുറകെ നടന്ന് പ്രപ്പോസ് ചെയ്ത, പക്ഷെ നവ്യേച്ചിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞതിന്റെ പ്രതികാരം തീർക്കാനാ ഇപ്പൊ വന്നിരിക്കുന്നേ. നവ്യേച്ചിയും അവന്റെ കൂടെ ഫോട്ടോസ് ഒക്കെ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് അതിങ്ങോട്ട് അയക്കുകയും ചേച്ചിയുടെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുകയും ചേച്ചിനെ കാണണമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുക. ചേച്ചി അവനെ വഴക്ക് പറഞ്ഞിട്ട് പോയതാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഈ വിവരം പറഞ്ഞ് എല്ലാരും വരികയാണ്. എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും നാന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി പറയണ ഇല്ല ഞാനത് വിശ്വസിക്കില്ല, അവരുടെ ഫോൺ ഈ കാണിച്ചെന്ന് പറഞ്ഞിട്ട് നവ്യയുടെ ഫോൺ നോക്കുമ്പോഴായിരിക്കും നവ്യ തന്നെ ഞെട്ടിപ്പോകുന്നത്. കാരണം ഇവന്റെ വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചതിന് ഇടയിലായിട്ടൊക്കെ അബി ഇവള് പോലും അറിയാതെ അങ്ങോട്ടേക്ക് ടൈപ്പ് ചെയ്തൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലവ് യു ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജസും അതുപോലെ തന്നെ ഇവളുടെ സെൽഫീസ് ഒക്കെ അയച്ചു കൊടുത്തുള്ളത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അബി ചോദിക്കാണ്, കണ്ടില്ലേ ഇതാ നോക്കി എല്ലാരും നോക്കി അവളുടെ ഫോട്ടോസും അവളുടെ പേഴ്സണൽ ഫോട്ടോസും അവൾ ഐ ലവ് യു പറഞ്ഞതെല്ലാം അവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവള് പറഞ്ഞത് അവൻ അറിയത്തുകൂടിയില്ലെന്ന്. ഇവളെ കള്ളിയെ ഞാൻ പറഞ്ഞില്ലേ, കൊട്ടാര തുല്യമായ ജീവിതം കിട്ടിട്ട് പോലും അവൾക്ക് അവളുടെ സഹിക്കാൻ പറ്റുന്നില്ല, അവൾക്ക് ഇപ്പൊ അടുത്ത കാമുകനെ വേണം പോലും, അതുകൊണ്ട് ഇവളെ നല്ല ഇറക്കി വിടണം എന്നൊക്കെ പറയാണ്. മുത്തശ്ശിയാണ് ചോദിക്കുന്നത്, എന്താ നടക്കുന്നേ, എന്താ സംഭവിക്കുന്നേ. അപ്പോഴും നവ്യ പോയിട്ട് പറയണം, മുത്തശ്ശി സത്യമായിട്ട് എനിക്ക് അറിയില്ല, അങ്ങനെ കുറെ വന്നപ്പോ ഞാൻ മുത്തശ്ശിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോവാണ്. എന്താ അന്ന് കൊറിയർ വന്നെന്നോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അന്നത്തെ ആ ഒരു സംഭവം. അപ്പൊ നവ്യ പറയാണ്, ഒന്നും സത്യമല്ല, അവന് ഞാനോട്ട് യാതൊരു ബന്ധവുമില്ല, അന്ന് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ ശേഷം ഞാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു, പിന്നെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇപ്പൊ എന്നെ നമ്പർ ഇടുന്ന കണ്ടുപിടിച്ച് എന്നെ വിളിച്ച് ഭയങ്കര ശല്യാണെന്നൊക്കെ പറയുന്നുണ്ട്. അബി പറയാണ്, എനിക്ക് എന്തായാലും ഇനി എനിക്ക് ഇവിടെ വേണ്ട, ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞിട്ട് അബി ഓരോന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ തലയിറങ്ങി താഴെ വീഴുന്നു. പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ച് ചെക്കപ്പ് ചെയ്യുമ്പോഴേക്കും നവ്യ ശരിക്കും ഗർഭിണിയായിരിക്കും കേട്ടോ. അങ്ങനെ ഈ ഒരു ഗർഭം വരുമ്പോഴേക്കും തന്നെ എല്ലാവരും ഈ ഒരു സംഭവം അങ്ങ് ഇഗ്നോർ ചെയ്യണം. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും നവ്യ പറഞ്ഞാണ് ഞങ്ങൾക്ക് വിശ്വാസം, കാരണം അവനിങ്ങനെ ഫോണിൽ ശല്യപ്പെടുത്തി ആ ഒരു വോയിസ് മെസ്സേജ് ഒക്കെ ഈ നവ്യ കേൾപ്പിക്കുന്നുണ്ടല്ലോ, പിന്നെ കൊറിയർ വന്നപ്പോ തന്നെ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ നവ്യയിലെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു അവസരം പാളിപ്പോയെന്നിടത്ത് അത് അഭി നിക്കാണ്. അപ്പോഴേക്കും നയന ആദർശനോട് പറയാണ്, ആദർശേട്ടാ ഇതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്, കാരണം നവ്യേച്ചിക്ക് അയാളെ ഇഷ്ടം പോലെ ഇല്ലായിരുന്നു, പിന്നെ അവനിവിടെ വരണമെങ്കിൽ അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്, അതിനെക്കുറിച്ച് എന്റെ കൂടെ അന്വേഷിക്കാൻ ആദർശയുടെ വരില്ലെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും ആദർശ് പറയുന്നുണ്ട്.